ദുബായിൽ ഇനി മിനിറ്റുകൾക്കകം വിസ പുതുക്കാം. പുതിയ AI പവേർഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചതോടെയാണ് ഇത് സാധ്യമാകുന്നത്. താമസക്കാർക്ക് സലാമ എന്ന പ്ലാറ്റ്ഫോം വഴി നേരിട്ട് അപ്ഡേറ്റ് ചെയ്ത് വിസ പുതുക്കിയ രേഖകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണെന്നാണ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചത്. ഇതോടെ പേപ്പർ വർക്കുകളും നീണ്ട കാത്തിരിപ്പ് സമയവും ഒഴിവാക്കാനാവും. UAEയിൽ സ്വകാര്യ ജീവനക്കാരുടെ പ്രവൃത്തി സമയം 2 മണിക്കൂർ കുറയും. ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ റിമോട്ട് വർക്ക് പാറ്റേണുകൾ ഉപയോഗിക്കാവുന്നതാണെന്നും മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. പൊതുമേഖലാ ജീവനക്കാർക്കുള്ള റംദാൻ പ്രവൃത്തി സമയം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് മന്ത്രാലയങ്ങളുടെയും ഫെഡറൽ അധികാരികളുടെയും ഔദ്യോഗിക പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയും വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 12 വരെയും ആയിരിക്കും. മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും വരുന്ന ശനിയാഴ്ച റംദാൻ ആരംഭിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രജ്ഞരുടെ പ്രവചനം. ഷാർജയിൽ റംദാൻ മാസത്തിൽ പബ്ലിക് പാർക്കിംഗ് സമയം ദീർഘിപ്പിച്ചു. ഇതനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെ പാർക്കിംഗ് ഫീസ് ബാധകമായിരിക്കും. നമസ്കാരത്തിന് സൗകര്യമൊരുക്കുന്നതിനായി പള്ളികൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗജന്യമായിരിക്കും. എല്ലാ ബാങ്ക് വിളിക്ക് ശേഷവും 1 മണിക്കൂർ സമയമാണ് പാർക്കിംഗ് സൗജന്യമായി ലഭ്യമാക്കുന്നത്. ദുബായിൽ ഇനി പുതിയ പാർക്കിംഗ് ആപ്പ്. പാർക്കിംഗ് ഫീസ് അടക്കുന്നതിനും റീഫണ്ടുകൾക്കും പാർക്ക് ചെയ്ത് പിന്നീട് പണമടക്കുന്നതിനുമെല്ലാമുള്ള സൗകര്യങ്ങൾ ഇതിൽ ലഭ്യമാണ്. UAE പാസ് വഴിയോ RTA അക്കൗണ്ട് വഴിയോ പാർക്കിംഗ് രജിസ്ട്രേഷൻ ഫോം ഉപയോഗിച്ചോ അക്കൗണ്ട് സൃഷ്ടിക്കാൻ കഴിയും. അധിക ഉപഭോക്തൃ സേവനങ്ങൾക്കായി ടോപ്പപ്പുകൾ, വാഹന മാനേജ്മെന്റ്, സീസണൽ സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ എന്നിവയ്ക്കായുള്ള വാലറ്റ് മാനേജ്മെന്റ് ആപ്പ് എന്നിവയും ഇപ്പോൾ ലഭ്യമാണ്. ഷാർജയിൽ വാടക സേവന നടപടികൾ ലളിതമാക്കി. നടപടിക്രമങ്ങളുടെ എണ്ണം 7-ൽ നിന്ന് 3 കുറച്ചാണ് ഷാർജ വാടക സേവനങ്ങൾ ലളിതമാക്കിയത്. റിയൽ എസ്റ്റേറ്റ് സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ അക്കാരി ആരംഭിച്ചതോടെയാണ് ഇത് യാഥാർത്ഥ്യമായതെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ വാടക നടപടികൾക്കായി ഉപഭോക്താക്കൾ ഏതെങ്കിലും വകുപ്പുകൾ നേരിട്ട് സന്ദർശിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതായതായും അധികൃതർ അറിയിച്ചു. ദുബായിൽ ബോട്ടുകളോ കപ്പലുകളോ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. വിനോദത്തിനോ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കോ വേണ്ടി ബോട്ടുകളോ കപ്പലുകളോ ഓടിക്കാനുള്ള ലൈസൻസ് തേടുന്നവർക്ക് ഇനി ഓൺലൈനായി ടെസ്റ്റിൽ പങ്കെടുക്കാം. പരീക്ഷ വിജയിച്ചാൽ അതോറിറ്റിയെ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ മറൈൻ ലൈസൻസ് ലഭിക്കുമെന്ന് ദുബായ് മാരിടൈം അതോറിറ്റി ഓഫ് പോർട്ട്, കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺ കോർപ്പറേഷൻ അറിയിച്ചു. കുവൈറ്റിന്റെ 64ാമത് ദേശീയ ദിനം നാളെ വിപുലമായ പരിപാടികൾ. ആഭ്യന്തര മന്ത്രാലയവും അഗ്നിശമന സേനയും വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഇതിനായി നടത്തിയിട്ടുള്ളത്. എല്ലാ ഗവർണറേറ്റുകളിലും സുരക്ഷാ പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിദേശികൾ ഉൾപ്പെടെ 781 തടവുകാർക്ക് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ ശിക്ഷാ ഇളവ് പ്രഖ്യാപിച്ചു. ദേശീയ ദിനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 5 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒമാനിൽ പത്തനംതിട്ട സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. റാന്നി ഈട്ടിച്ചുവട് പാലം നിൽക്കുന്നതിൽ ഷാജി തോമസ് ആണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഒമാനിലെ മസ്കറ്റിൽ ദീർഘകാലമായി പ്രവാസിയായിരുന്ന ഷാജി തോമസ് വാദി കബീർ അബാബിൽ ട്രേഡിംഗ് കമ്പനിയുടെ പാർട്ണറായിരുന്നു. ഫാറൂഖ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസ കോളേജ് ദുബായ് മംസാറിലെ ഫോക്ലോർ തിയേറ്ററിൽ നടന്നു. ഫോസ കപ്പ് എന്ന പേരിൽ അവതരിപ്പിച്ച സ്കിറ്റും ലേഡീസ് വിംഗ് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി. ഗായകൻ അജയൻ നയിച്ച മൺമറഞ്ഞ ഗായകൻ P. ജയചന്ദ്രനെ അനുസ്മരിക്കുന്ന പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം എന്ന സംഗീത പരിപാടിയും സംഗീത പ്രേമികൾക്ക് അവിസ്മരണീയമായ അനുഭവമായിരുന്നു.